ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ വെറുതെയിരിക്കില്ല, ശക്തമായി തിരിച്ചടിക്കും. ട്രംപ് ബോംബ് കാട്ടി പേടിപ്പിച്ചപ്പോൾ അമേരിക്കയ്ക്ക് നേരെ കുതിക്കാൻ തങ്ങളുടെ മിസൈലുകൾ ഒരുങ്ങുന്നുവെന്ന മുന്നറിയിപ്പാണ് ഇറാനിൽ നിന്ന് വരുന്നത്. ലോകമെമ്പാടുമുള്ള US കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള മിസൈലുകൾ സായുധ സേന തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ഇറാന്റെ ദേശീയ പത്രമായ ടെഹ്റാൻ ടൈംസിന്റെ റിപ്പോർട്ട്. രാജ്യത്തെ ഭൂഗർഭ മിസൈൽ സിറ്റികളിൽ കനത്ത വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ കെൽപ്പുള്ള മിസൈലുകൾ റെഡി ടു ലോഞ്ച് മോഡിലാണെന്നാണ് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടെഹ്റാൻ ടൈംസ് വ്യക്തമാക്കുന്നത്. പുതിയ ആണവ കരാറുമായി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകൾ നടക്കുന്നുവെന്നല്ലാതെ തീരുമാനമെടുക്കാൻ ഇറാൻ വൈകുന്നതിൽ പ്രകോപിതനായാണ് ബോംബ് ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയത്. അവർ ഇനിയും കരാറിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ബോംബാക്രമണമുണ്ടാകും, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ബോംബുകൾ പതിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ട്രംപ് NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. മാത്രമല്ല, ചരക്കു നിരോധനമടക്കം ഗുരുതര പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ളതിന് സമാനമായ നികുതികളും നിരോധനങ്ങളും ഇറാനുമേൽ ചുമത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത്. യുഎസിന്റെ ആവശ്യം അംഗീകരിക്കാത്ത പക്ഷം ഇറാനുമേൽ അധിക തീരുവ ചുമത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. The secondary tariffs on Iran, and we'll probably give it a couple of weeks, and if we don't see any progress, we're going to put them on. We're not putting them on right now, but if you remember, I did that 6 years ago, and it worked very well, put it mildly. That if the election weren't rigged, you would have a situation where there would be no problem with Iran today, but it was. Biden didn't know what he was doing, obviously. And we have a very rough situation in the Middle East because of that. You ended up with October 7th, and you would have never had October 7th, and you would have never had Russia going into Ukraine likewise. We're going to make a decision on secondary tariffs on Iran based on whether or not they're going to make a deal. If they're going to make a deal, then we're never going to put secondary tariffs on. We're going to hope they have a great, long, and successful life as a country. But we'll see what happens. Very interesting. എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പുകളും ഭീഷണികളും ഒന്നും മുഖവിലക്കെടുക്കാതെയാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾക്ക് തയ്യാറല്ലെന്നാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇറാൻ അയച്ച കത്തിന് ഒമാൻ വഴിയായിരുന്നു ഇറാന്റെ മറുപടി. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്കില്ല, എന്നാൽ പരോക്ഷ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്നാണ് പെസഷ്കിയാൻ ടെഹ്റാനിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. തത്വത്തിൽ ഇറാൻ ചർച്ചകൾക്ക് എതിരല്ലെന്നും എന്നാൽ അമേരിക്ക മുൻകാലങ്ങളിലെ തെറ്റ് തിരുത്തുകയും വിശ്വാസം പുനഃസ്ഥാപിക്കുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ ബോംബ് ഭീഷണിക്ക് മറുപടിയുമായി കഴിഞ്ഞ ദിവസം ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയും രംഗത്തെത്തിയിരുന്നു. അമേരിക്കയും ഇസ്രയേലും എന്നും ശത്രുപക്ഷത്തുള്ളവരാണ്. അവർ ഞങ്ങളെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അത് സാധ്യമാകില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്നാൽ അവർ എന്തെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് അതിനുള്ള തിരിച്ചടി കിട്ടും എന്നാണ് ഖമേനി വ്യക്തമാക്കുന്നത്. ഇനി മുൻകാലങ്ങളിൽ എന്ന പോലെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഇറാനിയൻ ജനത തന്നെ അവരെ നേരിടുമെന്നും ഖമേനി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഹിജാബ് നിയമങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് അറസ്റ്റിലായ മഹ്സ അമിനി എന്ന യുവതിയുടെ കസ്റ്റഡി മരണത്തെ തുടർന്ന് 2022-23 കാലയളവിലുണ്ടായ പ്രതിഷേധങ്ങളും ഇന്ധന വിലക്കയറ്റത്തിനെതിരെ 2019 രാജ്യവ്യാപകമായുണ്ടായ പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ള സമീപകാല അസ്വസ്ഥതകൾക്ക് ഇറാനിയൻ അധികൃതർ പാശ്ചാത്യ ലോകത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ മുന്നറിയിപ്പ്. അമേരിക്കയോ സഖ്യകക്ഷികളോ ആക്രമിച്ചാൽ പ്രതിരോധത്തിനായി ആണവായുധങ്ങൾ സ്വന്തമാക്കുകയല്ലാതെ ടെഹ്റാന് മറ്റു മാർഗങ്ങളില്ലെന്നാണ് ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ലാരിജാനി പറയുന്നത്. ഞങ്ങൾ ആണവായുധങ്ങളിലേക്ക് നീങ്ങുന്നില്ല, പക്ഷേ ഇറാനിയൻ ആണവ വിഷയത്തിൽ US എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറാന് അതിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റ് വഴികളില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അമീർ സയ്യിദ് ഇർവാനി UN സുരക്ഷാ കൌൺസിലിന് കത്തയക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെയോ ഇസ്രയേൽ ഭരണകൂടത്തിന്റെയോ ഏതൊരു ആക്രമണത്തിനെതിരെയും ഇറാൻ പ്രതികരിക്കുമെന്നാണ് കത്തിൽ. മാർച്ച് ആദ്യവാരമാണ് ആണവ കരാർ സംബന്ധിച്ച് ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാവുകയോ അല്ലാത്ത പക്ഷം സൈനിക നടപടി നേരിടുകയോ ചെയ്യണമെന്ന മുന്നറിയിപ്പുമായി ട്രംപ് ഖമേനിക്ക് കത്തയച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. അന്നും ട്രംപിന്റെ ശാസനം തള്ളിക്കളഞ്ഞ് മധ്യസ്ഥർ വഴി മാത്രമേ ചർച്ചകൾക്ക് ഏർപ്പെടൂ എന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ്. ചർച്ചകൾ അവർക്ക് പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു മാർഗമാണ്.
ആണവ വിഷയമെന്ന് പറഞ്ഞ് അതേക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. അവർ പുതിയ പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അത് തീർച്ചയായും ഇറാൻ അംഗീകരിക്കില്ല എന്നായിരുന്നു ഖമേനി അന്ന് പറഞ്ഞത്. ഇത് ചെയ്യരുത്, ആ വ്യക്തിയെ കാണരുത്, ആ വസ്തു ഉൽപ്പാദിപ്പിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ മിസൈൽ റേഞ്ച് ഒരു നിശ്ചിത പരിധി കവിയരുത് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ഇതിനു വേണ്ടിയാണോ ചർച്ച എന്നും ഖമേനി ചോദിച്ചിരുന്നു. 2018 ട്രംപിന്റെ ഒന്നാം ഭരണ കാലയളവിലാണ് ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുന്ന ബഹുരാഷ്ട്ര കരാറിൽ നിന്ന് US പിന്മാറിയത്. 2015 ബരാക് ഒബാമ പ്രസിഡന്റായിരുന്നപ്പോഴാണ് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ഇറാന്റെ ആണവ കരാർ നിലവിൽ വന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ 5 സ്ഥിരാംഗങ്ങളായ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US എന്നീ രാജ്യങ്ങളും ജർമ്മനിയും ചേർന്നായിരുന്നു കരാർ. ഇറാന്റെ ആണവ പദ്ധതി മന്ദഗതിയിലാക്കുകയായിരുന്നു കരാറിന്റെ പ്രധാന ലക്ഷ്യം. കരാറിന്റെ ഭാഗമായി ഇറാനെതിരെ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഭൂരിഭാഗം ഉപരോധങ്ങളും പിൻവലിക്കപ്പെടുകയും ചെയ്തിരുന്നു. എണ്ണ വ്യാപാരത്തിനുള്ള ഉപരോധങ്ങൾ അമേരിക്ക പിൻവലിച്ചത് ഇറാന് വലിയ നേട്ടമാണുണ്ടാക്കിയത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കും മറ്റ് സംഘടനകളുടെ സഹായത്തോടെ മേഖലയിൽ ഇറാൻ നടത്തുന്ന സംഘർഷങ്ങൾക്കും മറുപടിയായാണ് 2018 ട്രംപ് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയത്. ഇതോടൊപ്പം ഇറാന് മേലുള്ള ബാങ്കിംഗ്, എണ്ണ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. US പിന്മാറ്റത്തിന് ശേഷം ഇറാൻ പ്രാരംഭ കരാർ പ്രകാരമുണ്ടായിരുന്ന പരിധികളെല്ലാം മറികടക്കുന്നതാണ് പിന്നീട് കണ്ടത്. ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്ക മുന്നോട്ടുവെച്ച വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിച്ചാൽ കരാറിലേക്ക് മടങ്ങാമെന്നായിരുന്നു അമേരിക്കൻ നിലപാട്. എന്നാൽ ചർച്ചകൾ നീണ്ടുപോയതല്ലാതെ ഇതൊന്നും ഫലം കണ്ടില്ല. പിന്നീട് ചർച്ചയ്ക്ക് വാതിൽ തുറന്ന് ഇറാൻ തന്നെ രംഗത്തെത്തി. പക്ഷേ അമേരിക്ക അതിനോട് അനുകൂല നിലപാടല്ല പുലർത്തിയത്. ഇപ്പോൾ ട്രംപിന്റെ 2ാം ടേമിലാണ് പുതിയ കരാറിൽ ഏർപ്പെടാനുള്ള സന്നദ്ധത അറിയിച്ച് അമേരിക്ക രംഗത്തെത്തുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ തുടരുന്നത് വെല്ലുവിളിയാണെന്ന നിലപാടാണ് ട്രംപിനും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുള്ളത്. എന്നാൽ രാജ്യത്തിന്റെ പുരോഗതിക്കായുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നതെന്നാണ് ഇറാന്റെ നിലപാട്. ട്രംപിന്റെ മുൻകാല പ്രവർത്തനങ്ങളും മുൻ കരാറിൽ നിന്ന് പിന്മാറിയതും കണക്കിലെടുക്കുമ്പോൾ ഇറാൻ പുതിയ കരാറിനുള്ള നീക്കത്തിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുന്ന സാഹചര്യത്തിൽ വാഷിംഗ്ടണുമായുള്ള ചർച്ചകൾ മാത്രമേ ആശ്വാസമേകൂ എന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ ട്രംപിന്റെ ബോംബ് ഭീഷണിയും സാമ്പത്തിക സമ്മർദ്ദങ്ങളും വരുമ്പോഴാണ് സ്ഥിതിഗതികൾ മാറിമറിയുന്നത്.